40-ന് ശേഷം ഒരു സ്കിൻ കെയർ റുട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. പകൽ സമയത്ത് നമ്മുടെ മുഖത്ത് അടിഞ്ഞുകൂടുന്ന അഴുക്കും പൊടിയും ബാക്ടീരിയയും എല്ലാം നീക്കം ചെയ്ത് സ്കിന്നൊന്ന് റീജുവിനേറ്റ് ചെയ്യുന്ന ടൈമാണ് നൈറ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾ 40 കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനും ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും ഉണ്ടായിരിക്കണം. മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 40 വയസ്സിന് ശേഷം എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിൽ ഒരു 30,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഒരു സ്നേഹവും നിങ്ങളുടെ ഒരു സപ്പോർട്ടുമാണ് നമ്മളുടെ ചാനൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കാനുള്ള കാരണം. തുടർന്നും ഈ ഒരു സ്നേഹം എനിക്കുണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ വളരെ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സ്കിന്ന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു AM റുട്ടീനും ഒരു PM റുട്ടീനും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം നമ്മളുടെ ഹോം റെമഡീസ്, നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കുകളും കൂടി ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല റേഡിയൻ്റ് ആയിട്ടുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നല്ല രീതിയിലൊരു കെയർ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്കിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഈ പകൽ സമയങ്ങളിൽ നമ്മുടെ സ്കിന്ന് ഒരു ഡിഫെൻസീവ് മോഡിലായിരിക്കും. UV റേസ്, പൊല്യൂഷൻ, ഡസ്റ്റ് ഇതിനെയൊക്കെ പ്രതിരോധിക്കലാണ് പകൽ സമയങ്ങളിൽ നമ്മുടെ സ്കിൻ ചെയ്യുന്നത്. എന്നാൽ രാത്രി സമയങ്ങളിൽ നമ്മുടെ സ്കിന്ന് ഒരു റിപ്പയർ മോഡിലാണ് ആകുന്നത്. രാത്രി സമയങ്ങളിൽ സ്കിൻ റീജനറേറ്റ് ചെയ്യപ്പെടുകയും റിപ്പയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സെൽ ടേൺ ഓവർ നടക്കുന്നു, കൊളാജൻ ഉൽപ്പാദനം സ്വാഭാവികമായി കൂടുന്നു, ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്ന് നന്നാകുന്നു. അതുകൊണ്ടാണ് ചില ഫേസ് പാക്കുകൾ നൈറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ആ സമയത്ത് സ്കിൻ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുകയും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. പകൽ നമ്മുടെ മുഖത്ത് അടിഞ്ഞുകൂടിയ എല്ലാ അഴുക്കുകളും നമ്മൾ നീക്കം ചെയ്യേണ്ടത് രാത്രിയാണ്. മാത്രമല്ല പകൽ സമയത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം വളരെ ക്ലീൻ ആക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. മുഖത്തധികം മേക്കപ്പ് ഉണ്ടാകണമെന്നുമില്ല. ജസ്റ്റ് കുറച്ച് കണ്ണെഴുതുക, കുറച്ച് ലിപ്സ്റ്റിക് ഇടുക, ഇത് മാത്രം ഉള്ളെങ്കിൽ കൂടിയും പ്രോപ്പറായിട്ട് ഇതൊക്കെ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾക്കടിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ലിപ്സ്റ്റിക്ക് കൃത്യമായിട്ട് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ കൃത്യമായിട്ട് നമ്മളുടെ മുഖത്തുള്ള മേക്കപ്പ് അല്ലെങ്കിൽ അഴുക്ക്, പൊടി ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്തിരിക്കണം. അതിന് നൈറ്റ് ടൈമിൽ നമ്മളൊരു ഡബിൾ ക്ലെൻസിങ് ആയിരിക്കണം ചെയ്യേണ്ടത്. അതായത് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ക്ലെൻസിങ് ബാം മുഖത്ത് അപ്ലൈ ചെയ്ത് നമ്മുടെ മുഖത്തുള്ള അഴുക്കും പൊടിയും എല്ലാം നീക്കം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനായിട്ട് ഒരുപാട് ക്ലെൻസിങ് ബാമുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെളിച്ചെണ്ണ എടുക്കുക. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. ഇതുപയോഗിച്ച് ഇതൊരു കോട്ടൺ പാഡിൽ കുറച്ച് നല്ലെണ്ണ ആദ്യം നമ്മുടെ മുഖത്ത് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ്. നമുക്ക് അങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കോട്ടൺ പാഡ് കാണാം എത്രമാത്രം പകൽ സമയങ്ങളിൽ നമ്മുടെ മുഖത്ത് ഇത്തരത്തിലുള്ള ഡസ്റ്റും കാര്യങ്ങളുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ നമുക്ക് ഡബിൾ ക്ലെൻസിങ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിച്ചുകൊണ്ട് ആദ്യമേ ഒന്ന് ക്ലെൻസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ക്ലെൻസർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. വളരെ മൈൽഡായിട്ടുള്ള വളരെ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസറോ ഫേസ് വാഷോ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. നമ്മളൊരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷും അതേപോലെ തന്നെ ക്ലെൻസറുകളും നമുക്ക് യൂസ് ചെയ്യാം. അതായത് സെറാമൈഡ്സ് അടങ്ങിയ, പെപ്റ്റൈഡ്സ് അടങ്ങിയ, വൈറ്റമിൻ സി അടങ്ങിയ, ഹൈലറോണിക് ആസിഡ് അടങ്ങിയ ഈ ഫേസ് വാഷുകളും അതേപോലെ ക്ലെൻസറുകളും വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്.
ഇനി നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലേ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷ് ആണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയ സെറാമൈഡ്സ് അടങ്ങിയ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസറുകളാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചർ ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ ഒരു ബാലൻസിങ് ജെൽ ക്ലെൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ മറ്റൊരു കാര്യം, നൈറ്റ് ടൈമിൽ നിങ്ങൾ മുഖം ക്ലെൻസ് ചെയ്യാനായിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾ പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ പകൽ സമയത്തുണ്ടാവുന്ന നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഇത്തരത്തിലുള്ള അഴുക്കുകളും പൊടിയും ബാക്ടീരിയയും എല്ലാം കൃത്യമായിട്ട് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലെൻസറുകൾ അല്ലെങ്കിൽ ഫേസ് വാഷുകൾ ഉപയോഗിച്ച് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. മറിച്ച് ഇത്തരം കടലമാവിനും പയറുപൊടിക്കുമൊന്നും പൂർണ്ണമായിട്ടും നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളും കാര്യങ്ങളും നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. എപ്പോഴാണ്? പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ മോർണിംഗ് ടൈമിൽ നിങ്ങൾക്ക് ക്ലെൻസറായിട്ട് ഈ കടലമാവോ പയറുപൊടിയോ യൂസ് ചെയ്യാം. യാതൊരു കുഴപ്പവുമില്ല, നല്ലതാണ്. പക്ഷേ നൈറ്റ് ടൈമിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ക്ലെൻസിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. ടോണിംഗ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോണർ യൂസ് ചെയ്യാം, വേണ്ട എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. pH ലെവൽ ബാലൻസ് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ടും ടോണർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു എസൻസ് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങളേതൊരു മെച്യൂർ സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എസൻസ് യൂസ് ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം പ്രായം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് വരണ്ട് പോകുന്നുണ്ട്. അതിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഒരു ഇൻറ്റൻസ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് നൽകുവാനായിട്ടും എസൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ഹൈഡ്രേഷൻ ഇത് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്കിൻ ബാരിയർ ഡാമേജിനെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് ഈ എസൻസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നു, സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എസൻസ് ആണ് ഇത്. ഇത് ബോഡി വൈസിൻ്റെ സ്നെയിൽ മ്യൂസിൻ എസൻസ് ആണ്. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് 40 വയസ്സിന് ശേഷമുള്ളവർ മാത്രമല്ല, ഒരു 25 വയസ്സിന് ശേഷം മുതൽ നിങ്ങൾക്ക് ഈ ഒരു എസൻസ് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എസൻസ് ആണ് ഇത്. ഇതൊരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ, ഇതൊരു 100 ml ബോട്ടിലാണ്. ഇത് വാങ്ങിച്ചാൽ നമുക്കൊരു 3 മാസം വരെയൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്ന ഒരു എസൻസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് താഴെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചുളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. മിനിമലിസ്റ്റിൻ്റെ അണ്ടർ ഐ ക്രീം വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് വളരെ കുറച്ച് എമൗണ്ട് എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ കണ്ണിന് താഴെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ പ്രഷർ കൊടുത്തൊന്നും നിങ്ങൾ റബ്ബ് ചെയ്യരുത്. വളരെ ചെറുതായിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് വേണം കണ്ണിനടിയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സിറം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരു സിറമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും സ്കിൻ നല്ല യൂത്ത്ഫുൾ ആകാനായിട്ടും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് റെറ്റിനോൾ സിറം എന്ന് പറയുന്നത്. ഈ റെറ്റിനോൾ സിറം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ പെർസെൻറ്റേജിൽ നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റെറ്റിനോൾ പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. പലരും എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു, റെറ്റിനോൾ പകൽ സമയത്ത് യൂസ് ചെയ്യാമോ എന്ന്. ഒരു കാരണവശാലും നിങ്ങൾ പകൽ സമയങ്ങളിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല. റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടത് രാത്രി സമയങ്ങളിലാണ്. ഇത് ക്രീമായിട്ടും സിറമായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ സിറം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വളരെ നല്ലൊരു സിറമാണ് റെറ്റിനോൾ മിനിമലിസ്റ്റിൻ്റെ ഈ റെറ്റിനോൾ സിറം. 0.3% ആണ്. വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു സിറമാണിത്. പിന്നെ റെറ്റിനോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. ചില ആളുകൾക്ക് റെറ്റിനോൾ സിറം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകൾക്ക് റെറ്റിനോളിന് പകരം നിങ്ങൾക്ക് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്.
കൊളാജിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പെപ്റ്റൈഡ്സ്. അതും നമ്മുടെ സ്കിന്നിന് ഒന്ന് ഫൈൻ ലൈൻസിന് റിങ്കിൾസിനെയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ റെറ്റിനോൾ സിറം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വൈറ്റമിൻ സി സിറം, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ റെറ്റിനോൾ സിറം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒന്നുകിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാവുന്നതാണ്. ചില ആളുകൾക്ക് പകൽ സമയങ്ങളിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നു, മുഖം ഡള്ളാകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. കാരണം വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സിറമാണ്. മാത്രമല്ല നമ്മുടെ ഡള്ളായിട്ടുള്ള അതേപോലെ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ടുള്ള സ്കിന്നിനെയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ഈവൻ ടോൺ ആകാനായിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സിറം എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ സിറം നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതല്ല. നമ്മുടെ കൺസേൺ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സിറം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് ആക്നി, പോർസ്, അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നയാസിനിമേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങളുടെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇത്തരം പ്രശ്നങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ആൽഫ ആർബുട്ടിൻ യൂസ് ചെയ്യാം. അപ്പോൾ 3 ദിവസം നിങ്ങൾക്ക് റെറ്റിനോൾ സിറം യൂസ് ചെയ്യാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് എന്താണോ അതിന് അനുസരിച്ചിട്ടുള്ള സിറംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 40-ന് ശേഷമുള്ള ഒരു സ്കിൻ കെയർ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീനാണ് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സെറാമൈഡ്സ് അടങ്ങിയ, പെപ്റ്റൈഡ്സ് അടങ്ങിയ, റെറ്റിനോൾ അടങ്ങിയ, ഹൈലറോണിക് ആസിഡ് അടങ്ങിയ, ഗ്ലിസറിൻ അടങ്ങിയ ഇവയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വേണം നമ്മൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറന്നു പോരുതാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് ക്രീമും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ആൻറ്റി ഏജിങ് നൈറ്റ് ക്രീം ആണെങ്കിൽ വളരെയധികം നല്ലത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു നൈറ്റ് ക്രീം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. ലാസ്റ്റ് നിങ്ങൾക്കൊരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്യാം. ചുണ്ടുകളുടെ സംരക്ഷണം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലിപ്സിൽ ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾ ലിപ്പിൻ്റെ ഒരു ശ്രദ്ധ, അതിൻ്റെ ഒരു പരിരക്ഷണം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നൈറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു ലിപ് ബാമും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിലും ഇത്തിരി വാസ്ലിനാണെങ്കിൽ കൂടിയും ലിപ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലാസ്റ്റ് കുറച്ച് ബോഡി ലോഷൻ നമ്മുടെ കയ്യിലും നമ്മുടെ കാലിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖം മാത്രമല്ലല്ലോ, നമ്മുടെ ബോഡിയും നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നല്ല ബോഡി ലോഷൻ വാങ്ങുക. നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് കയ്യിലും കാലിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കിടക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലുള്ളത്. ഇതെല്ലാം ചെയ്തിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ രാത്രിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള സ്കിൻ കെയറിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പിറ്റേ ദിവസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്കിൻ കെയർ റുട്ടീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രായം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ഒരു കെയർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇതേപോലെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനും അതേപോലെ തന്നെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു സ്കിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ഹോം റെമഡീസും കൂടെയൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല യൂത്ത്ഫുള്ളായിട്ടുള്ളൊരു സ്കിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ മറ്റൊരു കാര്യം, എക്സ്പെൻസീവായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എക്സ്പെൻസീവായിട്ടുള്ള പല പ്രോഡക്റ്റുകളും യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങാം. നല്ല ബ്രാൻഡിൻ്റെ നല്ല പ്രോഡക്റ്റുകൾ വാങ്ങണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല ഒരു സ്കിന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ, ഈ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. എന്നിട്ട് നിങ്ങളൊരു നല്ല സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. ഒരു AM റുട്ടീനും ഒരു PM റുട്ടീനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് വളരെയധികം ആവശ്യമാണ്, എസ്പെഷ്യലി 40കൾക്ക് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.